യുദ്ധം 8ാം നാളിലെത്തുമ്പോൾ തലസ്ഥാനമായ കീവ് ലക്ഷ്യമിട്ട് റഷ്യയുടെ കടുത്ത ആക്രമണം. പുലർച്ചെ കീവിന് സമീപം 4 സ്ഫോടനങ്ങളുണ്ടായി എന്ന് റിപ്പോർട്ട്. തെക്കൻ തീരനഗരം ഖേഴ്സൺ റഷ്യയുടെ നിയന്ത്രണത്തിലായെന്ന് യുക്രൈൻ സ്ഥിരീകരിച്ചു. ഹാർക്കിവിൽ റഷ്യയുടെ ഷെല്ലാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. അതേസമയം റഷ്യ യുക്രൈൻ 2ാം വട്ട ചർച്ച ഇന്നുണ്ടായേക്കുമെന്നാണ് സൂചന. 9,000 റഷ്യൻ സൈനികരെ വധിച്ചെന്നും മടങ്ങിപ്പോയില്ലെങ്കിൽ റഷ്യക്കാർക്ക് ഒരിക്കലും സമാധാനമുണ്ടാകില്ലെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. У них не буде тут спокою, у них не буде тут їжі, у них не буде тут жодної тихої хвилини. Окупанти отримують від українців тільки одне – відсіч, люту відсіч. Таку відсіч, що вони назавжди запам'ятають, що ми свого не віддаємо. Що вони запам'ятають, що таке вітчизняна війна. Так, для нас, українців, це вітчизняна війна. Ми пам'ятаємо, як починаються вітчизняні війни. ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാൽ, സരുൺ എ ജോസ്, ഗോപിക സുരേഷ് എന്നിവർ വാർ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ആദ്യം സരുണിലേക്ക്. സരുൺ, 8ാം ദിവസവും ശക്തമായ ആക്രമണം തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. തങ്ങൾ ഇത്രയധികം പേരെ കൊന്നു എന്ന അവകാശവാദവുമായി യുക്രൈൻ വീണ്ടും രംഗത്ത് വരുന്നു. ചില നഗരങ്ങൾ റഷ്യയുടെ കയ്യിലാണ് എന്ന് അവർ സമ്മതിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. 8ാം ദിനം ഇതുവരെ എങ്ങനെയാണ് യുക്രൈനിലെ സാഹചര്യങ്ങൾ? രേണുക, യുദ്ധം 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈനെ 3 പാടും റഷ്യ വളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ യുക്രൈന്റെ കിഴക്ക് ഭാഗവും വടക്ക് കിഴക്കും തെക്കു കിഴക്കും പ്രദേശങ്ങൾ, റഷ്യയോട് അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശങ്ങൾ റഷ്യൻ നിയന്ത്രണത്തിൽ ഏറെക്കുറെ ആയി കഴിഞ്ഞുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. യുക്രൈന്റെ തെക്ക് ഭാഗത്തുള്ള ഖേർസൺ നഗരം തീരനഗരമാണിത്. ഈ തീരനഗരം പൂർണ്ണമായും റഷ്യയുടെ നിയന്ത്രണത്തിലായി. ഇക്കാര്യം യുക്രൈൻ സ്ഥിരീകരിക്കുന്നുണ്ട്. ഹാർക്കിവ് പോലുള്ള പ്രദേശങ്ങൾ, സുമി പ്രവിശ്യ, ഇവിടെയെല്ലാം റഷ്യൻ സേന മുന്നേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഹാർക്കിവിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ആക്രമണം കുറവാണ്. രാവിലെ ഈ ഹാർക്കിവിന്റെ ചില മേഖലകളിൽ ഷെല്ലാക്രമണം ഉണ്ടായി. ഇവിടെ ജനവാസ കേന്ദ്രത്തിന് നേരെയാണ് റഷ്യയുടെ ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നത്. 8 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. മറ്റൊന്ന് കീവ് നഗരമാണ്. കീവ് നഗരം ലക്ഷ്യമിട്ടായിരുന്നു ഇന്നലെ രാത്രി വൈകിട്ടും ഇന്ന് പുലർച്ചെയും റഷ്യയുടെ ആക്രമണം ഉണ്ടായത്. ഇവിടെ 4 ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി. 2 സ്ഫോടനങ്ങൾ മെട്രോ സ്റ്റേഷൻ അടുത്താണ് ഈ സ്ഫോടനങ്ങൾ ഉണ്ടായത്. കീവ് നഗരത്തിന് വടക്ക് ഭാഗത്ത് ഈ നഗരം പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നാണ് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഈ കീവ് നഗരം ലക്ഷ്യമിട്ട് വൻ റഷ്യൻ പട നീങ്ങിയിരുന്നു. ഈ റഷ്യൻ സേനയ്ക്ക് പിന്നീട് ഈ കീവ് നഗരത്തിന് 27 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും കീവ് നഗരത്തിലേക്ക് മുന്നേറാൻ റഷ്യൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റഷ്യ യുക്രൈൻ ചർച്ചയാണ്. അത് 2ാം വട്ട ചർച്ചയാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത്. ഇന്നലെ വൈകിട്ട് ചർച്ച നടക്കുമെന്ന് അറിഞ്ഞെങ്കിൽ ആദ്യം വാർത്തകൾ വന്നെങ്കിലും പിന്നീട് അത് ഇന്ന് രാവിലെ ആ ചർച്ചകൾ നടക്കുമെന്നായിരുന്നു അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ചർച്ച ആരംഭിച്ചതായുള്ള വാർത്തകളൊന്നും റിപ്പോർട്ടുകളൊന്നും ലഭ്യമാകുന്നില്ല. ഇന്നലെ വൈകിട്ട് തന്നെ യുക്രൈൻ പ്രതിനിധികൾ അവിടേക്ക് എത്തിയെന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ റഷ്യൻ പ്രതിനിധികളും ഈ ചർച്ച നടക്കുന്ന ബെലാറൂസ് പോളിഷ് അതിർത്തിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രേണുക, ശരി, തുടരുക. സരുൺ, നമുക്കൊപ്പം ടി ജെ ശ്രീലാൽ കൂടി ചേരുകയാണ്. ശ്രീലാൽ, ഒരു ചർച്ചാ ടേബിളിലേക്ക് ഇരു രാജ്യങ്ങളും ഒരിക്കൽ കൂടി എത്തുന്നു. ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഒരു വെടിനിർത്തലിലേക്ക് ഇത് എത്തുമോ എന്ന്. ഇത്തവണ കുറച്ചുകൂടി കാര്യങ്ങളിൽ പുരോഗതിയുണ്ടോ? വെടിനിർത്തലിൽ ചർച്ചയാകാം എന്ന ഒരു നിലയിലേക്ക് ഇരു രാജ്യങ്ങളും അഭിപ്രായത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അക്കാര്യങ്ങളിൽ ചർച്ച നടക്കുമെന്ന സാധ്യത എത്രമാത്രം പ്രതീക്ഷ നൽകുന്നതാണ്?
രേണുക, ഈ രണ്ടാമത്തെ ചർച്ചയിൽ നിന്നും കാര്യമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള വിലയിരുത്തൽ ഇപ്പോഴുമില്ല. ഒന്നാമത്തെ ചർച്ചയുടെ തുടർച്ചയായി മാത്രമാകും ഇത് നടക്കുക എന്നുള്ളത് മാത്രമാണ്. അടുത്തൊരു ചർച്ചയുടെ ഒരു പക്ഷേ തീയതി നിശ്ചയിക്കുകയോ ആ ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയോ ചെയ്യുന്ന തലത്തിലേക്ക് ഈ ചർച്ച നടക്കുകയാണെങ്കിൽ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഈ ചർച്ച കൊണ്ടും കാര്യമായ പ്രയോജനം ഉണ്ടാകില്ല. കാരണം യുദ്ധവിരാമം അല്ലെങ്കിൽ വെടിനിർത്തൽ പോലും ഇപ്പോൾ ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. അത്രയ്ക്ക് വലിയ ആക്രമണമാണ് യുക്രൈനിൽ ആകപ്പാടെ. നേരത്തെ സരൺ പറഞ്ഞ പോലെ യുക്രൈനിലെ 3 ഭാഗത്തു നിന്നും റഷ്യ നടത്തുന്നത്. അത്ര അതിഭീകരമായ ആക്രമണം തുടരുമ്പോൾ വെടിനിർത്തൽ ഇപ്പോൾ സാധ്യമല്ല. ഒരു ഭാഗത്ത് മാത്രമായിട്ടുള്ള വെടിനിർത്തൽ സാധിക്കുകയുമില്ല. റഷ്യയാണ് ആക്രമിക്കുന്നത്, യുക്രൈൻ അവരെ പ്രതിരോധിക്കുകയാണ്. അപ്പോൾ യുക്രൈൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് കൊണ്ടോ യുക്രൈൻ പിൻവാങ്ങിയത് കൊണ്ടോ അത് പരാജയം ആണ് എന്ന് വിലയിരുത്തപ്പെടുകയുള്ളൂ. അങ്ങനെ അതാകും സംഭവിക്കുക. അതുകൊണ്ട് തന്നെ യുക്രൈന് ഒരു കാരണവശാലും ഇപ്പോഴത്തെ യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ സാധിക്കില്ല. റഷ്യയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. റഷ്യ പക്ഷേ അവരുടെ കൂടുതൽ സൈന്യത്തെ കീവിലേക്കും മറ്റും അയക്കുകയും പുതിയ പോർമുഖങ്ങൾ തുറന്നുകൊണ്ടുള്ള യുദ്ധത്തിന് വലിയ ആക്രമണത്തിൻ്റെ ശക്തി കൂട്ടുകയും ഗതി കൂട്ടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇന്നത്തെ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇന്നത്തെ ചർച്ച നടന്നാൽ പോലും അതിൽ ഒരു തീരുമാനമേ ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ ഇടയിലുണ്ടാകുന്ന യുദ്ധത്തിൻ്റെ ഇടയിലുണ്ടാകുന്ന മറ്റു ചില കെടുതികളുണ്ട്, അല്ലെങ്കിൽ യുദ്ധ കുറ്റവാളികളെ പിടിക്കപ്പെടുന്നവരുണ്ട്. ഇവരുടെ കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉള്ള ആലോചനകളും ചർച്ചകളും ഒരു പക്ഷേ ഇതിനകത്തുണ്ടാകും. എന്തായാലും ഇതിൽ നിന്നും ഈ ചർച്ച നടന്നു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. കാരണം വലിയ തോതിൽ യുദ്ധം നടക്കുന്ന 2 രാജ്യങ്ങൾ അവർ ഒരു മേശയ്ക്ക് ഇരുപുറവും ഇരിക്കാൻ തീരുമാനിക്കുന്നു, രണ്ടാം വട്ടം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. പക്ഷേ അതിൽ നിന്നും അതിനേക്കാൾ വലിയ പോസിറ്റീവ് സൈനുകളൊന്നും വരാനില്ല. ശ്രീലാൽ, ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് 2ാം വട്ടം പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഉപരോധങ്ങൾ, കൂടുതൽ നിയന്ത്രണങ്ങൾ റഷ്യയുടെ മേൽ വരുന്നു. 7 ബാങ്കുകളെ കൂടി സ്വിഫ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു വലിയ സമ്മർദ്ദം റഷ്യയുടെ മേൽ വരുത്താനുള്ള ഒരു ആഗോള ശ്രമം നടക്കുന്നുണ്ടോ? തീർച്ചയായും എല്ലാ തലത്തിലും ഉള്ള സമ്മർദ്ദം ശക്തിപ്പെടുത്തുക തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയനൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളും. ഇന്നലെ നമ്മൾ UN ഐക്യരാഷ്ട്രസഭ പൊതുസഭയിലും കണ്ടത് തന്നെയാണ്. ഭൂരിപക്ഷം രാജ്യങ്ങളും റഷ്യക്കെതിരെയുള്ള നടപടികളിൽ, റഷ്യ അപലപിക്കുന്നതിൽ, റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിന് അനുകൂല നിലപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപരോധം മാത്രമല്ല, മറ്റ് തലങ്ങളിലും റഷ്യക്കെതിരെയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് റഷ്യ 2013 മുതൽ യുക്രൈനിൽ നടത്തിയിട്ടുള്ള മനുഷ്യാവകാശ ദംശനങ്ങളും ഒപ്പം തന്നെ വാർ ക്രൈമും അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. യുദ്ധക്കുറ്റങ്ങളും ഈ മനുഷ്യാവകാശ ലംഘനങ്ങളും അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ റഷ്യ യുദ്ധത്തിനിറങ്ങിയത് എന്നതാണ് റഷ്യൻ ഭാഗത്തു നിന്ന് വരുന്ന ചില വിശദീകരണങ്ങളും ചില ന്യായീകരണങ്ങളും. അതുകൊണ്ട് തന്നെ ഇത് ദീർഘകാലം അടിസ്ഥാനത്തിൽ മാത്രമേ ബാധിക്കുകയുള്ളൂ. അത് ഹ്രസ്വകാല നടപടികൾ ആണ് ഇനി വേണ്ടതെന്ന് യുക്രൈനും ആവശ്യപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് യുക്രൈനെ ഈ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം നൽകുക തുടങ്ങിയിട്ടുള്ള നടപടികളാണ് ആവശ്യമെന്ന് യുക്രൈനും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും നിലവിൽ ദീർഘകാല തലത്തിലുള്ള നടപടികളാണ് ഉപരോധത്തിലൂടെ ഈ യൂറോപ്യൻ യൂണിയനും മറ്റ് രാജ്യങ്ങളും കാണുന്നത്. ഒപ്പം തന്നെ യുക്രൈന് ആവശ്യമായ സഹായങ്ങൾ, അത് സൈനികരെ അയക്കാതെയുള്ള മറ്റ് സഹായങ്ങൾ, അവർക്ക് എണ്ണ ആവശ്യം, ഇന്ധനം ആവശ്യമുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്. യുക്രൈനിലെ ജനങ്ങൾക്ക് മറ്റു തരത്തിലുള്ള സഹായങ്ങളും ഈ മെഡിസിൻ ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കുന്നു. ഒപ്പം തന്നെ ചെറുത്ത് നിൽക്കുന്ന പോരാളികൾക്കും സൈനികർക്കും ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഇത്തരം നടപടികളും യൂറോപ്യൻ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ശരി, തുടരുക ശ്രീലാൽ. ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ഗോപിക കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഗോപിക, ഇന്നും രക്ഷാദൗത്യം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ദിവസമാണ്. 3000-ലധികം പേരെ ഇന്ന് എത്തിക്കുമെന്നാണ് അറിയുന്നത്. നമ്മളുടെ രക്ഷാദൗത്യം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വ്യോമസേനാ വിമാനങ്ങൾ ഉൾപ്പെടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എത്ര പേർ ഇനി അവിടെ നിന്ന് മടങ്ങാനുണ്ട് എന്ന ഒരു വ്യക്തമായ കണക്കുണ്ടോ? എങ്ങനെ പുരോഗമിക്കുന്നു? ഗോപികയിലേക്ക് ഞാൻ എത്താം. നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ വളരെ ഖാർക്കീവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ കഴിഞ്ഞ മണിക്കൂറുകളായി നമ്മളോട് വിളിച്ച് സംസാരിച്ചിരുന്നത് ഈ ദൃശ്യങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ ഈ രംഗങ്ങളെ പറ്റിയാണ്. കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ട്രെയിനുകൾക്കുള്ളിലേക്ക് കയറാൻ സാധിക്കാത്ത ഒരവസ്ഥ, നേറ്റീവ്സിനെ മാത്രം അവർ കയറ്റിവിടുന്ന അവസ്ഥ, യുക്രൈനിയൻ സേനയുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള മർദ്ദനങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏൽക്കേണ്ടി വരുന്ന അവസ്ഥ, ഇതൊക്കെ തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ട്രെയിനുകൾക്കുള്ളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. അവർ പല മെട്രോകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഉണ്ടെങ്കിൽ തന്നെയും വിദ്യാർത്ഥികൾക്ക് ട്രെയിനുകൾക്കുള്ളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. യുക്രൈനിയൻ സേന യുക്രൈനിയൻസിനെ മാത്രം നോക്കി ട്രെയിനുകൾക്കുള്ളിലേക്ക് കടത്തിവിടുന്നു. അത്തരത്തിൽ അവരുടെ ആൾക്കാരെ അതിർത്തി മേഖലകളിലേക്ക് കടത്തിവിടുന്നു. അന്നൊരു സാഹചര്യമാണ്. ഈ ദൃശ്യങ്ങൾ കാണാം.
നമ്മൾ അവിടെ നിന്നും കാണുന്ന ഈ ദൃശ്യങ്ങൾ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലും അവിടെ പലതരത്തിലുള്ള വിവേചനങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നു, ശാരീരികമായ ആക്രമണം പോലും നേരിടേണ്ടി വരുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല കുട്ടികളും പങ്കുവച്ചതാണ്. അത് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണുക കൂടിയാണ്. ഗോപിക, കൂടുതൽ കുട്ടികളോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? വലിയ ഭയപ്പാടും ആശങ്കയൊക്കെയും കഴിഞ്ഞ മണിക്കൂറുകളിൽ അവർ അനുഭവിച്ചിരുന്നു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയതിൻ്റെ ചെറിയൊരു ആശ്വാസമെങ്കിലും അവർക്കുണ്ടോ? രേണു, നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് സാഹചര്യങ്ങൾ. പല കുട്ടികൾക്കും മെട്രോ സ്റ്റേഷനിലും റെയിൽവേ സ്റ്റേഷനിലും എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ട്രെയിനുകൾക്കുള്ളിലേക്ക് കയറാൻ സാധിക്കാത്ത ഒരവസ്ഥ, അവർക്ക് അതിർത്തി മേഖലകളിലേക്ക്, അതായത് ഈ വെസ്റ്റേൺ പാർട്ടിലേക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒക്കെയാണുള്ളത്. ഞാൻ അല്പം മുൻപ്, ഏതാണ്ട് ഒരു 5 മിനിറ്റ് മുൻപ് റിഷാന എന്ന കുട്ടിയുമായി സംസാരിച്ചിരുന്നു. റിഷാന ഇന്നലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. റിഷാന ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് റിഷാനയ്ക്ക് ട്രെയിനിൽ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നിന്ന് ഹാർക്കീവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യം. നമ്മുടെ കുട്ടികൾക്ക് ട്രെയിനുകൾക്കുള്ളിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. റിഷാന പറയുന്നത് അനുസരിച്ചാണെങ്കിൽ റിഷാന ഇന്നലെ എത്തി, ഇന്ന് രാത്രി വരെ അവർ കാത്തിരിക്കുകയാണ്. കാരണം ഒരുപാട് ട്രെയിൻ സർവീസുകൾ, സ്പെഷ്യൽ സർവീസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ അവരുടെ സിവിലിയൻസിനെയാണ് അവർക്ക് പ്രാധാന്യം നൽകിയാണ് ഇത്തരത്തിൽ ട്രെയിനുകൾക്കുള്ളിലേക്ക് കടത്തുന്നത്. പെൺകുട്ടികൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒക്കെ പ്രാധാന്യം നൽകി ഇത്തരത്തിൽ ട്രെയിനുകൾക്കുള്ളിലേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ റിഷാന പറയുന്നതനുസരിച്ച് അവർ 7ഓളം വരുന്ന കുട്ടികളുണ്ട്. അവർ 4th ഇയർ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. അവർ അവിടെ കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി, അതായത് യുക്രൈനിയൻ സമയം രാത്രി 11 മണിക്കോ മറ്റോ ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. അതിൽ അതിർത്തി മേഖലകളിലേക്ക് യാത്ര ചെയ്യാനാണ് അവരുടെ കാത്തിരിപ്പ്. കാരണം ഈ സമയങ്ങളിൽ കർഫ്യൂ ഒഴിവാക്കിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സിവിലിയൻസ് യാത്ര ചെയ്യുന്നു. കർഫ്യൂ 6 മണിക്ക്, അവിടെ യുക്രൈനിയൻ സമയം 6 മണിക്ക് കർഫ്യൂ ആരംഭിക്കും. ആ ഒരു സമയത്ത് കൂടുതൽ സിവിലിയൻസ് ആ ഭാഗത്തേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാൻ രാത്രി വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതാണ് റിഷാന പറയുന്നത്. അപ്പോൾ ഞാൻ റിഷാനയോട് ചോദിച്ചു, നിങ്ങളുടെ ഏജന്റുമാരും മറ്റും നൽകുന്ന നിർദ്ദേശം എന്താണ്? അവർക്ക് പല ഭാഗത്തു നിന്നാണ് നിർദ്ദേശം. എംബസിയുടെ നിർദ്ദേശം ഒന്ന്, ഏജന്റുമാരുടെ നിർദ്ദേശം ഒന്ന്, വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ നൽകുന്ന നിർദ്ദേശം ഒന്ന്. ഏജന്റുമാർ പറയുന്നത് അവർക്ക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ കേന്ദ്രീകരിക്കണം. കാരണം അവർക്ക് സ്ഥലങ്ങൾ പോലും അറിയില്ല. ഈ വർഷം വന്ന് ജോയിൻ ചെയ്ത കുട്ടികളാണ്. അവർക്ക് ഏത് തരത്തിൽ എങ്ങോട്ട് മൂവ് ചെയ്യണം എന്നറിയില്ല. ഇവരെ കേന്ദ്രീകരിച്ചു, അതായത് ഈ 4th ഇയർ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിലും കുറേ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഉണ്ട്. അവർ പറയുന്നത് ഞങ്ങൾക്ക് നമുക്ക് തന്നെ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ഈ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ സംരക്ഷിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ വീട്ടിൽ നിന്നും ഒക്കെ നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ പല കുട്ടികളും പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ റിഷാന പറയുന്നത് അനുസരിച്ച് അവർ ഹാർക്കീവിൽ നിന്ന് ഏതാണ്ട് മാറിയ ഒരു നഗരത്തിലാണ് ഉള്ളത്. അവർക്ക് ഈ കീവിലേക്ക് പോയി കഴിഞ്ഞാൽ, കീവിലേക്ക് ട്രെയിൻ സർവീസുകളും മറ്റുമുണ്ട്. കീവിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ എംബസിയുടെ ഷെൽട്ടർ ഹോം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 1000-ലധികം വരുന്ന കുട്ടികൾ വസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എംബസിയുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ഷെൽട്ടർ ഹോമിനുള്ളിൽ പോയിക്കൂടെ? പക്ഷേ അവർ അപ്പോഴും ആശങ്ക പങ്കുവയ്ക്കുകയാണ്. ഈ റഷ്യൻ സൈനികരുടെ സഹായത്തോടെ റഷ്യ വഴിയുള്ള ഒരു ഇവാക്വേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ നടക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കീവ് വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടക്കുന്ന മേഖലയാണ്. അവിടെ പോയി ആ ഷെൽട്ടർ ഹോമിൽ കഴിയുകയാണെങ്കിൽ ഒരു ഉറപ്പും കിട്ടാതെ ഞങ്ങൾ അവിടെ എത്ര ദിവസം കഴിയേണ്ടി വരും? ഇന്ത്യൻ എംബസി റഷ്യ വഴിയുള്ള ഒരു ഇവാക്വേഷൻ പ്രോസസ്സ് ഇപ്പോൾ തന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തൊരു സാഹചര്യം. ഇന്ന് നോക്കുകയാണെങ്കിൽ കീവിലാണ് വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നത്. ഈ ഹാർക്കീവ് മേഖലകളിൽ വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടക്കാത്തൊരു സാഹചര്യമുണ്ട്. ഈ ഇന്ത്യ റഷ്യ നയതന്ത്ര ചർച്ചകളുടെയൊക്കെ ഭാഗമായി ആ തരത്തിലുള്ള ഇവാക്വേഷൻ, വലിയ തരത്തിലുള്ള ഏറ്റവും എളുപ്പമുള്ള ഇവാക്വേഷൻ പ്രോസസ്സാണ് ഇന്ന് നടക്കാനുള്ളത്. ഒരു പക്ഷേ നമ്മുടെ നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായിട്ടായിരിക്കും ആ പ്രദേശത്ത് ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ കുറയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ. അങ്ങനെയെങ്കിൽ ഈ അതിർത്തി മേഖല, സുമി, ഖാർക്കീവ് ഒക്കെ അതിർത്തി മേഖലകളാണ്. സുമിയിലൊക്കെ കുട്ടികളുമായി നമുക്ക് സംസാരിക്കുമ്പോൾ അവർ ഇപ്പോഴും ഒരു ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ, ഈ ഹാർക്കീവിലെ
കുട്ടികൾ ഇന്നലെ തന്നെ നടന്നെങ്കിലും മറ്റ് മേഖലകളിലേക്ക് എത്തണം എന്നാണ് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ സുമിയിലെ കുട്ടികൾ ഇപ്പോഴും ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ അവിടെ തുടരുകയാണ്. ഈ കുട്ടികൾക്കൊക്കെ ഈ ഭാഗത്താണ് നമ്മുടെ 3000-ലധികം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ, അതിലേറെയും മലയാളികൾ ഉള്ളത്. ഈ റഷ്യ വഴിയുള്ള ഇവാക്വേഷൻ പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു ഇവാക്വേഷൻ പ്രോസസ്സ് ആയിരിക്കും അത്. ഏറ്റവും എളുപ്പത്തിൽ ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഇവാക്വേഷൻ പ്രോസസ്സ് ആയിരിക്കും. പക്ഷേ അത് സംബന്ധിച്ച് ഇന്ത്യൻ എംബസി ഇപ്പോൾ ലിവോവിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് ഒരു അറിയിപ്പും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ ഒക്കെ തന്നെയും ആശയക്കുഴപ്പത്തിലാണ്, ആശങ്കയിലാണ്. രേണുക, ശരി, എന്തായാലും 3726 പേർ കൂടിയാണ് മടങ്ങിയെത്താനുള്ളത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ഗോപിക. ഒപ്പം വാർ ഡെസ്കിൽ നിന്ന് സരുണേ ജോസും ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാലുമാണ് വിവരങ്ങളും വിശകലനങ്ങളും നൽകിയത്. യുദ്ധം ആരംഭിച്ച ശേഷം യുക്രൈനിൽ 10 ലക്ഷം പേർ അഭയാർത്ഥികളായെന്ന് കണക്ക്. യുക്രൈൻ ജനതയുടെ 2% വരും ഇത്. യുദ്ധം തുടർന്നാൽ 40 ലക്ഷത്തോളം പേർ അഭയാർത്ഥികളായേക്കുമെന്നാണ് മുന്നറിയിപ്പ്. സമീപകാലത്ത് സിറിയയിൽ നിന്നാണ് കൂടുതൽ ആളുകൾ പലായനം ചെയ്തത്. 57 ലക്ഷം ആളുകളാണ് 2013 മുതൽ സിറിയയിൽ നിന്ന് പലായനം ചെയ്തത്. സിറിയയിൽ സംഘർഷം തുടങ്ങിയ ആദ്യ 3 മാസത്തിനുള്ളിൽ 10 ലക്ഷം പേർ അഭയാർത്ഥികളായി. എന്നാൽ യുക്രൈനിൽ ഒരാഴ്ചക്കിടെയാണ് ഇത്രയും വലിയ അഭയാർത്ഥി പ്രവാഹം. യുക്രൈനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾക്കായുള്ള ഇന്ത്യയുടെ രക്ഷാദൌത്യം ഓപ്പറേഷൻ ഗംഗ തുടരുകയാണ്. റഷ്യൻ അതിർത്തി വഴിയും വിദ്യാർത്ഥികളെ പുറത്ത് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. എന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ യുക്രൈനിൽ മനുഷ്യ കവചമാക്കുന്നുവെന്ന റഷ്യയുടെ ആരോപണം ഇന്ത്യ തള്ളി. ഹാർക്കിവിലും സുമിയിലുമുള്ളവരെ മടക്കിയെത്തിക്കുന്നതിലാണ് പ്രത്യേക ശ്രദ്ധയെന്ന് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി വേണു രാജാമണി പറഞ്ഞു. ഇന്നലെയും ട്രെയിനിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിന് ഈ വിവരം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ട്രെയിനിൽ കയറാൻ വേണ്ട നടപടികൾ എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനി എത്ര പേര് വരാനുണ്ടെന്നാണ് കണക്ക്? അതിനെക്കുറിച്ച് കണക്കുകൾ എക്സാക്റ്റ് ആയിട്ടില്ല. അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ അറിയാവുള്ളൂ. അവർക്കും എക്സാക്റ്റ് ആയിട്ടൊരു കണക്കില്ല. എന്തായിരുന്നാലും ഇനി കാർഗിവിൽ അവശേഷിക്കുന്ന ആൾക്കാരും സുമിയിൽ ഇരിക്കുന്ന ആൾക്കാരുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി. ആരും അവരെ ഹോസ്റ്റേജായി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു വാദത്തിന് ഒരു കഴമ്പുമില്ല എന്നുള്ളത് തന്നെ നമുക്ക് തർക്കിച്ചു പറയാം. യുക്രൈൻ വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കണമെന്ന ഹർജിയിൽ സുപ്രീം കോടതി അറ്റോർണി ജനറലിനെ കോടതിയിലേക്ക് വിളിപ്പിച്ചു. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഓപ്പറേഷൻ ഗംഗ രക്ഷാദൌത്യം കൂടുതൽ സജീവമായിരിക്കുന്നു. കൂടുതൽ പേരെ ഇന്ന് എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. 2 രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടിയുള്ള ഒഴിപ്പിക്കൽ നടപടികളാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത്. എങ്ങനെയാണ് നമ്മളുടെ പദ്ധതികൾ നടപ്പാക്കുന്നത്? രേണുക, ഓപ്പറേഷൻ ഗംഗ ആരംഭിച്ചതിന് ശേഷം ഏറ്റവും വലിയ ഒഴിപ്പിക്കൽ ദൗത്യമാണ് ഇന്ന് നടക്കുന്നത്. 3726 ഇന്ത്യക്കാരാണ് യുക്രൈന്റെ അയൽ രാജ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത്. 19 വിമാനങ്ങളിലായാണ് ഇവർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഏറ്റവും അധികം വിമാനങ്ങൾ പുറപ്പെടുന്നത് റൊമേനിയയിൽ നിന്നാണ്. 10 വിമാനങ്ങളാണ് റൊമേനിയയിൽ നിന്ന് പുറപ്പെടുന്നത്. 5 വിമാനങ്ങൾ ഹംഗറിയിൽ നിന്നും പുറപ്പെടുന്നു. 3 വിമാനങ്ങൾ പോളണ്ടിൽ നിന്നും, അതോടൊപ്പം തന്നെ ഒരു വിമാനം സ്ലോവാക്യയിൽ നിന്നും ആണ് എത്തുന്നത്. ഇപ്പോൾ തന്നെ 4 വ്യോമ വിമാനങ്ങൾ, വ്യോമസേനയുടെ C-17 4 വിമാനങ്ങൾ ഇതിനോടകം തന്നെ ഡൽഹിയിലെ ഹിൻഡൻ വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ 3 ചാർട്ടേഡ് വിമാനങ്ങളിലായാണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുക. ഇങ്ങനെ സംസ്ഥാനവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും സംയുക്തമായി തന്നെ ഈ രക്ഷാദൌത്യം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം യുക്രൈനിലെ രക്ഷാദൌത്യത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. കാരണം ഇന്നലെയാണ് റഷ്യ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പ്രതികരണം നടത്തിയിട്ടുള്ളത്. യുക്രൈന്റെ കിഴക്കൻ അതിർത്തിയിൽ ഉൾപ്പെടെ ഉള്ളവരെ മോചിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഒഴിപ്പിക്കുന്നതിനുമായി റഷ്യൻ സേനയുടെ പിന്തുണയുണ്ടാകും, റഷ്യൻ സേന സഹകരിക്കും എന്നാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യുക്രൈനും സമാനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ നടക്കാതെ പോയത്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ എന്നല്ല, മുഴുവൻ വിദേശ വിദ്യാർത്ഥികളെയും ഏറ്റവും സുരക്ഷിതമായി അവരുടെ രാജ്യങ്ങളിൽ എത്തിക്കാൻ യുക്രൈൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്നും അത് നിറവേറ്റും എന്നുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുഗമമായി ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.
യുക്രൈനിൽ വെടിനിർത്താൻ റഷ്യ തയ്യാറാകണമെന്ന് CPM. അതിർത്തിയിലെ ആയുധവിന്യാസം റഷ്യ അവസാനിപ്പിക്കണമെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. യുക്രൈനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി റഷ്യ അംഗീകരിക്കണം. യുക്രൈൻ നാറ്റോയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നിഷ്പക്ഷത പുലർത്തണമെന്നും സീതാറാം യെച്ചൂരി കൊച്ചിയിൽ ആവശ്യപ്പെട്ടു. We are hoping and we are asking and we want the Russian government to immediately and Putin to declare a ceasefire and for Ukraine to dismantle the NATO infrastructure, to not join the NATO and to remain a neutral country like you had Switzerland after the Second World War. You remain a neutral country which doesn't take a position either with the NATO or with the USSR, and that nature must be protected by all. യുക്രൈനിൽ നിന്ന് ഡൽഹിയിൽ എത്തുന്നവരെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് 3 ചാർട്ടേഡ് വിമാനങ്ങൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തി. ആദ്യ വിമാനം 9:30 ഡൽഹിയിൽ നിന്ന് തിരിച്ചു. രണ്ടാമത്തേത് ഉച്ചയ്ക്ക് 3:30 മൂന്നാമത്തേത് വൈകുന്നേരം 6:30 ഡൽഹിയിൽ നിന്ന് പുറപ്പെടും. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്കും കാസർകോട്ടേക്കും ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിലും നോർക്കയുടെ പ്രത്യേക ടീമുകൾ പ്രവർത്തിക്കുന്നു. യുക്രൈൻ രക്ഷാദൌത്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ. ഹാർക്കീവിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച രക്ഷാദൌത്യം മന്ദഗതിയിലായിരുന്നു. പലരും പൂരം കഴിഞ്ഞ് വെടിക്കെട്ട് നടത്തിയ പോലെയായി കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്നും വിമർശനം. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു മാത്രമേ ഉള്ളൂ. കാരണം ഈ 2 സ്ഥലങ്ങളിലും 6 ദിവസമായിട്ട് കുട്ടികൾ ബങ്കറുകളിലും ഭൂഗർഭ അറകളിലൊക്കെ കാത്തിരിക്കുകയായിരുന്നു. ആ വിഷമാവസ്ഥ കണ്ട് നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇത് എന്നുള്ളതാണ് ഒരു കമൻറ്റ് പറയാനുള്ളത്. അത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, നയതന്ത്ര വിദഗ്ധന്മാരെല്ലാം പറയുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി എഴുതിയിട്ടുള്ള കത്തിൽ പറയുന്നത് റഷ്യയുടെ എയർ സ്പേസും റഷ്യയുടെ സ്ഥലങ്ങളും ഉപയോഗപ്പെടുത്തി റഷ്യൻ അതിർത്തിയിലേക്ക് അടുത്തുള്ളവരെ അവിടെ കൊണ്ടുപോയി രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തണമെന്നായിരുന്നു. ആ കത്ത് കൊടുത്തിട്ട് ഏതാണ്ട് ഒരാഴ്ച 27-ാം തീയതിയാണ് ആ കത്ത് കൊടുത്തത്. 27-ാം തീയതി അദ്ദേഹം കത്ത് കൊടുത്തിട്ടും വേണ്ടത്ര നടപടി ഉണ്ടായില്ല. ഹാർക്കീവിലും കീവിലും ഇന്ത്യൻ പതാകയ്ക്ക് കീഴെ സുരക്ഷിതത്വം തേടി ഏഷ്യക്കാർ മുഴുവൻ. പാകിസ്ഥാനും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കൊപ്പം ത്രിവർണ്ണ പതാക ഏന്തുന്നത്. വെള്ളത്തുണിയിൽ സ്പ്രേ പെയിന്റ് ചെയ്തും വെള്ളക്കടലാസിൽ നിറം നൽകിയുമാണ് പതാകകൾ നിർമ്മിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ഈ ബസ്സാണ് ഇന്ത്യൻ പതാക നൽകുന്ന ധൈര്യത്തിന്റെ അടയാളം. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ബസ്സിനുള്ളിൽ എന്ന് രേഖപ്പെടുത്തി ത്രിവർണ്ണ പതാകയുമായാണ് ഈ ബസ് അതിർത്തി കടന്നത്. റൊമേനിയയിലെ ബുക്കാറസ്റ്റിലെത്തിയ വിദ്യാർത്ഥികളാണിത്. പോളണ്ട് റൊമേനിയ അതിർത്തിയിലേക്ക് 100 കണക്കിന് വിദ്യാർത്ഥികൾ എത്തിയത് പതാക വീശിയും കുപ്പായത്തിൽ പതാക പിൻ ചെയ്ത് ചേർത്തുമാണ്. പാകിസ്ഥാനി വിദ്യാർത്ഥികൾക്കും പതാക സുരക്ഷ ഒരുക്കിയെന്ന് ഡൽഹിയിലെത്തിയ വിദ്യാർത്ഥികൾ. टर्किश बच्चे ने, एक पाकिस्तानी बच्चे ने, सबने भारत के झंडे पकड़ लिए थे ताकि उन्हें उनको हेल्प मिल रही थी। मैं भारतीय झंडा काम आया। भारतीय झंडे और भारतीय दोनों काम आया. ഇന്ത്യൻ പതാക വേണം എന്ന നിർദ്ദേശം വന്നതോടെ പെയിന്റ് കിട്ടുന്ന കട കണ്ടെത്തി തുറപ്പിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. वो फ्लैग मैंने अरेंज करा था. मैं भाग के जाके मार्केट गया, कलर स्प्रे लेके आया. फिर मैंने 6 कलर स्प्रे खरीदे. फिर मैं दूसरी दुकान पे गया, मैं कर्टन लेके आया. मैंने कर्टन काटा, फिर वो हैंड टू हैंड स्प्रे बनाया. वो मेरे पास वीडियो भी है. फिर हम जब घर से निकल रहे थे पूरी बस पे फ्लैग लगाए. फिर हमने नेशनल एंथम गाया. उसके बाद फिर हम निकले. മറ്റു ചിലർ ക്രയോണും വാട്ടർ കളറും ഉപയോഗിച്ച് കടലാസുകളിൽ പതാക വരച്ചു ചേർത്തു. പോളണ്ട്, റൊമേനിയ, ഹംഗറി, സ്ലോവേക്യ രാജ്യങ്ങളിലേക്കാണ് വിദ്യാർത്ഥികൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. വാർഡെസ്ക്, ന്യൂസ് 18. യുദ്ധവാർത്തകൾക്കിടെ യുക്രൈനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു ശുഭവാർത്ത. യുദ്ധത്തിന് മുൻപ് ഇന്ത്യയിലെത്തിയ യുക്രൈനിയൻ യുവതിയും ഇന്ത്യൻ യുവാവും വിവാഹിതരായി. റഷ്യൻ ആക്രമണത്തിന് ഒരു ദിവസം മുമ്പാണ് തെലങ്കാന സ്വദേശി പ്രതീകും ഉക്രൈൻ സ്വദേശിനി ല്യൂബോവും ഇന്ത്യയിലെത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് ല്യൂബോവ് ഉക്രൈനിൽ വെച്ച് പ്രതീകിനെ കണ്ടുമുട്ടുകയായിരുന്നു. ആദ്യ കാഴ്ചയിലെ പ്രണയമാണ് ഇരുവരെയും ഒരുമിപ്പിച്ചത്. റഷ്യ ഉക്രൈനെ ആക്രമിച്ചതോടെ വിവാഹ പദ്ധതികൾ അവതാളത്തിലായി. ഇന്ത്യയിലെത്തിയ ഇവരെ പ്രതീകിന്റെ ബന്ധുക്കൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. പ്രതീകിന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും വീട്ടിൽ നടന്ന സൽക്കാരത്തിൽ പങ്കെടുത്തു. തുടർന്ന് ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തിൽ ലളിതമായ വിവാഹം. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും താൽപര്യപ്രകാരം 2 ദിവസത്തിന് ശേഷം വീണ്ടും വിപുലമായ രീതിയിൽ വിവാഹം നടത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ബാറ്റിൽഷിപ്പ് പൊറ്റംകിൻ എന്ന വിഖ്യാത സിനിമ ഓർമ്മിപ്പിച്ച് ഒഡേസ നഗരത്തിലേക്ക് റഷ്യൻ സൈന്യത്തിന്റെ കടന്നുവരവ്. 1925 പുറത്തിറങ്ങിയ ഈ ഐസൻസ്റ്റീൻ സിനിമയിലൂടെയാണ് ഒഡേസയിലെ കൽപ്പടവുകൾ ലോകശ്രദ്ധയിൽ എത്തുന്നത്. ഇതാണ് ആഗോള സിനിമയ്ക്ക് ഇന്നും വഴികാട്ടിയായ ആ ദൃശ്യം. പൊട്ടംകിൻ എന്ന യുദ്ധക്കപ്പലിലെ ക്യാപ്റ്റനെതിരെ പ്രതിഷേധിച്ച് നാവികർ സംഘടിക്കുന്നു. സാർ ചക്രവർത്തിമാർക്കെതിരെ രാജ്യമെങ്ങും നടന്ന പ്രതിഷേധത്തിന്റെ തുടർച്ചയാണത്. പിന്തുണയുമായി ചെറുവഞ്ചികളിൽ നാട്ടുകാർ കപ്പലിന് സമീപത്തേക്ക് പോകുന്നു. ആർത്തുവിളിച്ച് ജനം ഒഡേസയുടെ കൽപ്പടവുകളിലേക്കെത്തുന്നു. പൊടുന്നനെയെത്തുന്ന പട്ടാളം ആൾക്കൂട്ടത്തെ തുരുതുരെ വെടിവെക്കുന്നു. പടികളിൽ അവർ മരിച്ചു വീഴുന്നു. മരിച്ചു വീണ കുട്ടിയുമായി വന്ന് ഇനിയും വെടിയുതിർക്കരുതെന്ന് യാചിക്കുന്ന മുത്തശ്ശി, അരുതേയെന്ന് അലറിക്കരയുന്ന അനേകം അമ്മമാർ. ഒന്നാം റഷ്യൻ വിപ്ലവത്തിലെ സംഭവമാണ് ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ എന്ന ചലച്ചിത്രമായത്. കടലിൽ നിന്ന് നഗരത്തിലേക്കുള്ള ആ പടികൾ പിന്നെ ഒഡേസയുടെ മുഖമായി കടന്നുവരുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവിലെ CBC ചാനൽ സ്റ്റുഡിയോയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. Here in Ukraine. Elaine? What happened? What the hell was that? It was a really bright light. I know. I don't know. It's almost like lightning. Because there's a big flash and then... Whoa! It was close. Close enough to see the flash. ഇടവേള. CPM സംസ്ഥാന സമ്മേളനം സമഗ്ര കവറേജുമായി ന്യൂസ് 18 കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന നയരേഖ അംഗീകരിച്ച് പാർട്ടി കേന്ദ്ര നേതൃത്വം. 1957 EMS സർക്കാർ അധികാരമേറ്റ ശേഷവും നയരേഖ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. സ്വകാര്യ നിക്ഷേപം എന്നാൽ സ്വകാര്യവൽക്കരണമല്ല. വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ നിക്ഷേപത്തിൽ നിന്നും ഒരു സംസ്ഥാനത്തിനും പിന്നോട്ടു പോകാനാകില്ലെന്നും യെച്ചൂരി കൊച്ചിയിൽ പറഞ്ഞു. EMS ceased to be the chief minister. In the 80s, I think, you had international conferences on the developmental model that Kerala should take. So this is nothing new, this process. So this is now, in this situation, what is the vision that Kerala should have? A proposal has been put forward before the state conference and that is being discussed. Now that process, you know, as far as the CPM is concerned, we have a program of the left and democratic forces.
that is there in our draft political resolution. It's a printed public document. So that is the guideline on the basis of which the things will have to be formulated for the states, and that is what is being done. No state in India can stop any private investment from coming in. It's a central subject, a central law. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, നയരയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് എന്ത് മറുപടിയാണ് സീതാറാം യെച്ചൂരി നൽകുന്നത്? ഒപ്പം സമ്മേളനത്തിൽ നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? രേണുക, നയരേഖ തന്നെയാണ് എറണാകുളം CPM സമ്മേളനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയമായി മാറിയിരിക്കുന്നത്. അത് സംബന്ധിച്ച പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും മറ്റിടങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുമ്പോൾ സ്വകാര്യ മേഖലയ്ക്കായി കേരളം പട്ടുപരവതാനി വിരിക്കുന്നു എന്ന ആക്ഷേപം ഉയരുമ്പോൾ ഈ നയരേഖ എന്നാൽ സ്വകാര്യവൽക്കരണത്തിലേക്കല്ല കാര്യങ്ങൾ നീങ്ങുന്നത്, സ്വകാര്യ നിക്ഷേപം ക്ഷണിക്കുന്നു എന്നതാണ് നയരേഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കുന്നു. അതായത് കേന്ദ്ര കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൃത്യമായ പിന്തുണ പിണറായി വിജയൻ അവതരിപ്പിച്ചിരിക്കുന്ന നയരേഖയ്ക്ക് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. EMS സർക്കാർ അധികാരമേറ്റ ശേഷവും ഇത്തരത്തിലൊരു നയരേഖ അവതരിപ്പിച്ചിരുന്നു. അതിൽ ഊന്നിയാണ് പിന്നീട് LDFന്റെ ഭരണം മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാർ രണ്ടാം സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ അടുത്ത ഭരണ തുടർച്ച എന്നത് തന്നെയാണ് ആ പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ നിക്ഷേപത്തിൽ നിന്നും ഒരു സംസ്ഥാനത്തിനും വിട്ടുനിൽക്കാൻ കഴിയില്ല. സ്വകാര്യ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ വരുമ്പോഴും അവിടെ സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം എന്നതാണ് പാർട്ടി നിലപാട് എന്നും സീതാറാം യെച്ചൂരി പറയുന്നു. അതുകൊണ്ട് ഇക്കാര്യങ്ങളിലടക്കം വളരെ വ്യക്തമായ ഒരു രേഖയാവും പുറത്തിറങ്ങുക എന്നാണ് യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും രാവിലെ മുതൽ തന്നെ ഈ നയരേഖയിൽ ഊന്നിയുള്ള ചർച്ചകളാണിപ്പോൾ നടന്നു വരുന്നത്. പ്രത്യേകിച്ചും ഈ തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളി യൂണിയനുകളെ കുറ്റപ്പെടുത്തി അവരുടെ അവകാശങ്ങൾ മാത്രമല്ല അവർ നിർവഹിക്കേണ്ട കടമകളെക്കുറിച്ച് ബോധവാനാകണം എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, ഒപ്പം ഈ സ്വകാര്യ നിക്ഷേപം വലിയ രീതിയിൽ ഒഴുകുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ പാർട്ടി അംഗങ്ങൾക്ക് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് നിരവധി സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അവരുടെ സംശയങ്ങൾ ചർച്ചയുടെ രൂപത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് കൃത്യമായ മറുപടിയും പാർട്ടി ലൈനും വിശദീകരിക്കും. ശരി, MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. വനിതാ നേതാക്കളോട് ചില പുരുഷ നേതാക്കളുടെ സമീപനം മോശമെന്ന് മന്ത്രി R ബിന്ദു. ഖേദത്തോടെ പറയേണ്ടി വരികയാണെന്നായിരുന്നു സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയിൽ മന്ത്രി R ബിന്ദുവിന്റെ വിമർശനം. മോശം പെരുമാറ്റത്തിനെതിരെ പരാതി നൽകിയാലും ശരിയായി പരിഗണിക്കുന്നില്ല, പരാതിക്കാർക്ക് അവഗണന നേരിടേണ്ടി വരുന്നുവെന്നും ബിന്ദു കുറ്റപ്പെടുത്തി. പോലീസിലെ കുഴപ്പക്കാരെ കണ്ടെത്താൻ ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്തണമെന്നും ആവശ്യമുയർന്നു. ശരണ്യ സ്നേഹിതൻ ചേരുന്നു. ശരണ്യ, വനിതകളോടുള്ള മോശം പെരുമാറ്റം ആണ് മന്ത്രി R ബിന്ദു ചൂണ്ടിക്കാട്ടിയത്. എങ്ങനെയാണ് അവർ ആ വിമർശനം അവിടെ ഉന്നയിച്ചത്? സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് മന്ത്രി R ബിന്ദു അത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് വനിതാ പ്രവർത്തകരായ ആളുകൾക്ക് പലയിടങ്ങളിൽ നിന്നും ആക്ഷേപം സഹിക്കേണ്ടതായ സാഹചര്യം വരുന്നു. അത് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്, പുരുഷന്മാരായ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് അത്തരത്തിലുള്ള അവഹേളനം അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതായത് P ശശിയുടെ സംഘടനാ നടപടി അടക്കമുള്ള വിഷയങ്ങൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രിയുടെ അത്തരമൊരു വിമർശനം. കാരണം സംസ്ഥാന സമ്മേളന പ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് CPMന്റെ മന്ത്രി എന്ന നിലയിലും R ബിന്ദു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പ്രസക്തിയുണ്ട്. മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ കാലയളവിൽ പ്രതിഭ MLA അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ആരോപണങ്ങളും സമാനമായ രീതിയിലുള്ളതായിരുന്നു. പല ഘട്ടങ്ങളിലും ആക്ഷേപിക്കപ്പെടുകയും തങ്ങൾ ഉന്നയിക്കുന്ന പരാതികൾ അത് എവിടെയും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ള രീതിയിലായിരുന്നു പ്രതിഭ അടക്കം വിമർശനം ഉന്നയിച്ചത്. സമാനമായ സാഹചര്യത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് R ബിന്ദുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് സമ്മേളനത്തിൽ നടക്കുന്നത് നവകേരള റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും കോടിയേരിയും നവകേരള റിപ്പോർട്ടിന്മേലും ഒപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്ക് മറുപടി പറയും. പക്ഷേ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രവർത്തന റിപ്പോർട്ടിലെ ചില സൂചനകൾ, അതായത് ചർച്ചയിൽ ഉയർന്നു വന്ന പോലീസിനെതിരെയുള്ള ആക്ഷേപമാണ് ഒരു പ്രധാന ഘടകം. കാരണം പോലീസിനെതിരെ പ്രാദേശിക തലത്തിൽ വലിയ അവമതിപ്പ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, പോലീസിനകത്ത് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വരുന്നതും ആ കാര്യങ്ങൾ സർക്കാർ അറിയാതെ പോവുകയും അത് സർക്കാരിന് മോശമായ രീതിയിൽ വന്നു ചേരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് അറിയുന്നതിന് വേണ്ടിയുള്ള ഇന്റലിജൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടണം എന്നുള്ള ആവശ്യമാണ് ഈ സമ്മേളനത്തിൽ പ്രവർത്തകർ കൂടുതലായി ഉന്നയിച്ചത്. ഏറ്റവും അധികം പോലീസിനെതിരെ വിമർശനം വന്നതും ഇടുക്കിയിൽ നിന്നാണ്. ഒപ്പം കൽപ്പറ്റ അടക്കമുള്ള പ്രദേശങ്ങളിലെ
തിരഞ്ഞെടുപ്പ് വീഴ്ച ചൂണ്ടിക്കാട്ടിയിട്ടും അമ്പലപ്പുഴ പരാമർശിക്കപ്പെടാതെ പോയതും ശ്രദ്ധേയമാണ്. പിന്നെ 14 ജില്ലാ സമ്മേളനങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച ഘട്ടത്തിൽ ആലപ്പുഴയിലുണ്ടായ അനാശാസ്യകരമായ ചർച്ച പരിശോധിക്കണമെന്ന ആവശ്യവും അത് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നവകേരള റിപ്പോർട്ടുമുള്ള ചർച്ചയാണ് സമ്മേളന നഗരിയിൽ പുരോഗമിക്കുന്നത്. ശരി, ശരണ്യ സ്നേഹിതനാണ് സമ്മേളന നഗരിയിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ തുടരുന്നു. മുഴുവൻ സീറ്റുകളിലും പ്രവേശനം അനുവദിച്ചതോടെ സംസ്ഥാനത്തെ തിയേറ്ററുകൾ വീണ്ടും സജീവമാകുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചതിനു ശേഷം 3 വമ്പൻ ചിത്രങ്ങളാണ് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയത്. മമ്മൂട്ടിയുടെ ഭീഷ്മപർവ്വത്തിനുൾപ്പെടെ വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. കോഴിക്കോട് നിന്ന് ലിനിഷ മാങ്ങാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കി 2 വർഷത്തിന് ശേഷം തിയേറ്ററുകൾ വീണ്ടും പൂർണ്ണമായും സിറ്റിംഗ് കപ്പാസിറ്റിയിലേക്ക് ആളുകളെ കൊണ്ടുവരികയാണ്. ഇന്ന് പ്രധാനമായും 3 പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് തിയേറ്ററുകളിലെത്തുന്നത്. അമൽ നീരദ് മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവം, ടൊവിനോ തോമസ് നായകനാകുന്ന നാരദൻ, പിന്നെ ഡാൻസ് മാസ്റ്റർ ബൃന്ദ മാസ്റ്ററുടെ ബഹുഭാഷാ ചിത്രമായ ഹേ സിനാമിക എന്നീ 3 ചിത്രങ്ങളാണ് പ്രധാനമായും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആളുകൾ വലിയ ആവേശത്തിലാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ 8:30 തന്നെ ആദ്യ ഷോ സംസ്ഥാനത്തുടനീളം തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ആവേശം കോഴിക്കോടും കാണാനുണ്ട്. പ്രതീക്ഷ എന്ന് വെച്ചാൽ അമൽ നീരദിന്റെ പടമാണ്, പിന്നെ മമ്മൂട്ടിയാണ് മെയിൻ. അപ്പോൾ എല്ലാവരും ഒരു ആകാംക്ഷയിലാണുള്ളത്. ബിഗ് ബി എഫക്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് എന്തായാലും ബാക്കി എന്തായാലും കണ്ടു നോക്കണം. ഞാൻ എന്തായാലും 2 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മളെ കോവിഡിന് ശേഷം ഫിലിമിൽ ഇപ്പോൾ ഒരു വലിയ പ്രോട്ടോക്കോളൊന്നും ഇല്ലാതെ ഇപ്പോൾ ഫിലിം കാണാൻ വന്നതാണ്. ഇപ്പോൾ അമൽ നീരദ് സാറിൻ്റെ പടമാണ്. അപ്പോൾ നല്ല രീതിയിൽ വിജയിക്കുന്നു പ്രതീക്ഷിക്കുന്നത്. നല്ല ഇപ്പോൾ ഒരു ഫാൻ്റെ കാര്യമല്ല, നമ്മൾ മമ്മൂട്ടി ഫാനല്ല മോഹൻലാൽ ഫാനല്ല, എന്നാലും നല്ലൊരു ഫിലിം പ്രതീക്ഷിച്ചു വരുന്നതാണ്. പടം ജയിക്കുന്നത്. സുശീൽ ശ്യാമിൻ്റെ മ്യൂസിക് കേൾക്കാനാണ് കാര്യമായിട്ട് വന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പടം എന്തായാലും റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. നല്ല വിഷ്വൽസ് ഉണ്ടാവുന്നു. വിചാരിക്കുന്നു. കാരണം അത്യാവശ്യം നല്ല ഷോട്ടൊക്കെ ഉണ്ടാവും. നല്ല അമലിസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഫുള്ളാണ്. എല്ലാ തിയേറ്ററുകളിലും ടിക്കറ്റ് ബുക്കിംഗ് കംപ്ലീറ്റ് ആണ്. വളരെ കുറച്ച് ടിക്കറ്റുകൾ മാത്രമേ ഇവിടെ നിന്ന് നൽകാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓൺലൈനായും ടിക്കറ്റുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്, നൽകി അവസാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ലിൻഷ മാങ്ങാടിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സിൽവർ ലൈൻ പദ്ധതിക്കായി തറക്കല്ലിടുന്നതിനെതിരെ ആലുവയിൽ പ്രതിഷേധം. സമരസമിതിയുടെ നേതൃത്വത്തിൽ ആലുവ ചൊവ്വരയിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ കല്ലിടാനാകാതെ ഉദ്യോഗസ്ഥർ മടങ്ങി. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് 3 മാസം കൂടി സാവകാശം തേടി ക്രൈംബ്രാഞ്ച്. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന പൂർത്തിയാകാനുണ്ടെന്നും പ്രതികളുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയെ അറിയിച്ചു. സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ അടക്കം കൂടുതൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താനുണ്ടെന്നും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച തുടരന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ പറയുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ തുടരന്വേഷണം പൂർത്തിയാക്കാൻ മാർച്ച് 1 വരെയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി സമയം നൽകിയിരുന്നത്. കണ്ണൂരിൽ CPM പ്രവർത്തകൻ ഹരിദാസിനെ കൊലപ്പെടുത്തിയത് BJP മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ട്. 6 പേർ ഉൾപ്പെട്ട കൊലയാളി സംഘത്തിൽ 4 പേർ പിടിയിലായെന്നും 2 പേർ ഒളിവിലാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ഹരിദാസിനെ കൊലപ്പെടുത്താൻ നേരത്തെ 3 തവണ പദ്ധതിയിട്ടതായും കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ഒരു RSS പ്രവർത്തകൻ കൂടി അറസ്റ്റിലായി. പന്തക്കൽ സ്വദേശി P ശരത്താണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 12ആയി. പുനഃസംഘടന നിർത്തിവെക്കാനുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് കോൺഗ്രസിൽ രൂപപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കം. കെ സുധാകരനും VD സതീശനും തമ്മിൽ ഉടൻ കൂടിക്കാഴ്ച നടത്തിയേക്കും. ഹൈക്കമാൻഡിന് കത്ത് നൽകിയവർ പരാതി എന്താണെന്ന് തന്നെ അറിയിക്കട്ടെ എന്നാണ് സുധാകരന്റെ നിലപാട്. അതേസമയം MPമാർ കത്ത് കൊടുത്തതായി തന്റെ അറിവിലില്ലെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. KPCC പ്രസിഡന്റിനെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ ഹൈക്കമാൻഡ് മുന്നോട്ടു പോകൂ. കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസം സെറ്റിൽ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു. വീണ്ടും നമ്മൾ യുക്രൈനിലെ വാർത്തകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന അർസീനയും കൂട്ടുകാരികളും തത്സമയം ചേരുകയാണ്. അർസീന, എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അറിയിപ്പുകൾ? എംബസിയുമായോ മറ്റോ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ അവിടെ നിന്ന്? ഇന്നലെ നമുക്കിവിടെ പറഞ്ഞതെന്ന് വെച്ചാല് 1 അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഇവാക്യുവേഷൻ നടക്കും എന്നാണ്.
പക്ഷേ അത് തന്നെ പല പല ന്യൂസ് ആയിട്ട് കേൾക്കാം. ഇതുവരെയും പക്ഷെ ആരും വന്നിട്ടൊന്നുമില്ല. ഇതുവരെ നമുക്ക് വേണ്ടത്ര ഒരു വാക്വേഷൻ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു നടപടികൾ നമ്മൾ കണ്ടില്ല. ഞങ്ങൾ ഇന്നലെ ബാഗ് പാക്ക് ചെയ്തിരുന്നോളാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നലെ രാത്രിയെങ്കിലും നമ്മളെ ഇവാക്വേഷൻ നടക്കുമായിരിക്കുന്നു. പക്ഷെ ഇന്നലെ ഉണ്ടായില്ല. ഇന്ന് ഉണ്ടാവും വിചാരിച്ചു, ഇന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ നമുക്ക് ഒരു 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 ഇവാക്വേഷൻ പ്ലാൻസ് എംബസി നിർദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ എത്ര പേരാണ് അവിടെ ഉള്ളത്? ഞങ്ങൾ 500ഓളം മലയാളികൾ. കോളേജ് ഹോസ്റ്റലാണോ ഉള്ളത് ഇപ്പോൾ? അതെ അതെ. പക്ഷെ ഇടയ്ക്ക് ഷെല്ലിങ് കൂടുമ്പോ നമ്മള് ഷിഫ്റ്റ് ആവും, ബങ്കറിലേക്ക് മാറും. ഇപ്പോ അവിടെയാണെങ്കിൽ ഇപ്പോ ഹോസ്റ്റലിലാണല്ലേ? അതെ അതെ. ഇപ്പോഴെങ്ങനെയാണ് അവിടെ ആക്രമണം ശക്തമായുണ്ടോ? ഞങ്ങള് ലൈക്ക് എഴുന്നേക്കുന്ന ഷെല്ലിങ്ങിന്റെ ഒക്കെ സൗണ്ട് കേട്ടിട്ടാണ്. ഇപ്പൊ തന്നെ സുമിയുടെ ഒരു യൂണിവേഴ്സിറ്റി ഇപ്പൊ തകർത്തു എന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് അടുത്തിടെ കിട്ടിയ. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ടൊരു മെത്തേഡ് ഇല്ലെങ്കിൽ എനിക്ക് അറിയില്ല. ഇതിങ്ങനെ എല്ലാ ദിവസവും വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുക സിറ്റുവേഷൻ. പിന്നെ ഇപ്പൊ കാർക്കീവിലെ കുട്ടികളോടാണെങ്കിലും കീവില് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് ഓടിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവിടെ 500ഓളം കുട്ടികളുണ്ട്. ഞങ്ങൾ എങ്ങോട്ട് ഓടാനാണ്? ഇപ്പോൾ ഞങ്ങൾക്ക് റെയിൽവേ ഇല്ല, റെയിൽവേ ഇവിടെ ബ്ലോക്ക് ആണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് വേറെ ബസ് റൂട്ട് ആണെങ്കിലും ഇവിടെ ഇപ്പൊ പറയുന്നത് കാർക്കീവിലെ കുട്ടികളെ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പത്തേക്കും ഓൾറെഡി തിങ്സ് ഇങ്ങനെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ കാർക്കീവിലെ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് അവരെയും ഇവാക്യുവേറ്റ് ചെയ്ത് എല്ലാം പെട്ടെന്ന് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെയും ഭയങ്കര ഞങ്ങളുടെ ജീവൻ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ എപ്പോഴാ ഞങ്ങളെ രക്ഷിക്കുന്നേന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഓരോ ദിവസവും ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇതുവരെ ഇവാക്വേഷൻ പ്ലാൻസ് ഒന്നും വേഗത്തിലല്ല. ഭക്ഷണം അതിന് ക്ഷാമവും മാറ്റം ഉണ്ടോ? ഭക്ഷണത്തിന്റെ സ്റ്റോക്ക് ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ കുറച്ച് എന്ന് വെച്ചാൽ കെയർ ടേക്കർ അത്യാവശ്യം കുറച്ച് നമുക്ക് പറ്റാവുന്ന രീതിയിൽ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആ സ്റ്റോക്കും തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്ത് ചെയ്യും. പുറത്തിറങ്ങാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. നമുക്കിപ്പോ ഇതുപോലെ ഇവരോട് പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെ ഇപ്പൊ ഭയങ്കര മോശം ക്ലൈമറ്റ് ആണ്. ഇപ്പം സ്നോഫോൾ ഉണ്ട്. ഈ സ്നോഫോളും ഞങ്ങൾക്ക് നടക്കാൻ കൂടി പറ്റില്ലാത്തൊരു. പിന്നെ റോഡിലൊക്കെ മൈൻസ് ഉണ്ടെന്നാ പറയണേ. അപ്പൊ പിന്നെ അത് എത്രത്തോളം സേഫ് ആണ്? ഈ ഹോസ്റ്റലിൽ മലയാളികൾ മാത്രമാണോ ഉള്ളത് നിങ്ങൾ? അല്ല, മലയാളികളും ഉണ്ട്, അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. എല്ലാവരും ഇന്ത്യക്കാരാണല്ലേ? അതെ. ഈ പുറത്തൊക്കെ ഇപ്പോൾ ഖാർക്കിവിലും മറ്റുമൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള വിവേചനം നേരിടുന്നുണ്ട്. അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകളെയൊക്കെ പോയതിനു ശേഷം മാത്രമേ വാഹനങ്ങളിൽ കയറ്റുന്നുള്ളൂ, അവരെ ശാരീരികമായി പോലും ആക്രമിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? ഞങ്ങള് ഇവിടെ തന്നെ ഹോസ്റ്റലിനുള്ളിൽ തന്നെയാണ്. ഞങ്ങള് ഒരാൾ കൂടി സ്പ്ലിറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെയും പോയിട്ടില്ല. കാരണം ഇങ്ങനത്തെ ന്യൂസ് കേൾക്കുന്നതുകൊണ്ട് നമ്മൾക്ക് പേടിയാണ്. ആരും ഇപ്പോ കീവിലെ കുട്ടികളാണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും 20 പേര് വെച്ചിട്ട് അവര് സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ടാണ് ഓരോ സ്ഥലത്ത് എത്തുന്നത്, ബോർഡറിലൊക്കെ. പക്ഷെ അതേപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഇല്ല, ഫസ്റ്റ് തിങ്. രണ്ടാമത് ഇവിടെ ആരും തന്നെ അങ്ങനെ പോയിട്ടില്ല. എല്ലാവരും ഇവിടെ തന്നെ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്ത് പറ്റിയാലും ഈ 500 അല്ലെങ്കിൽ ഈ മൊത്തം ഇന്ത്യൻസിന് ഒരുമിച്ച് പറ്റും. ഇപ്പൊ നമ്മൾ ഇതുപോലെയാണ്. അവരുടെ കണക്ഷൻ പോയിരിക്കുകയാണ്. അവരിലേക്ക് തന്നെ വരാൻ പറ്റുമെന്ന് കരുതുന്നു. എന്തായാലും ഇവർ സുമിയിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. കോളേജ് ഹോസ്റ്റലിലാണ് ഇവർ ഉള്ളത്. അൻസീനയും കൂട്ടുകാരികളും അവർ പറയുന്നത് അവിടെ 500ഓളം മലയാളികളുണ്ട്. മുഴുവൻ ഇന്ത്യക്കാരാണ് ആ ഹോസ്റ്റലിൽ ഉള്ളത്. അവർക്ക് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം വേണം. തങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന നടപടികൾ കൂടുതൽ ഊർജിതമാക്കണം എന്ന ഒരാവശ്യമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഭക്ഷണം ഉൾപ്പെടെ തീരുന്ന സാഹചര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുറത്ത് ആക്രമണം ഇപ്പോഴും ശക്തമായി തുടരുന്നു എന്ന സാഹചര്യമാണുള്ളതെന്നും അവർ പറയുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂം ലൈവ് തുടരും.